ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പുതുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടെസ്റ്റുകൾ നമ്മുടെ ഫോട്ടോയിൽ എങ്ങനെ ആഡ് ചെയ്യാനാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. നല്ല സിമ്പിളാണ്. ഒരുവിധം എല്ലാ ട്രെൻഡിങ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ലൈറ്റ് കത്തുന്ന പോലത്തെ ടെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ കളർ ടെസ്റ്റ്, അങ്ങനെ ഒരുവിധം എല്ലാ ടെസ്റ്റുകളും ആ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. വീഡിയോയിൽ കിടക്കുന്ന ചാനൽ അറിയിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ നമ്മൾ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ എടുത്തതിന് ശേഷം നമ്മുടെ ടെസ്റ്റ് സ്റ്റുഡിയോ എന്ന് അടിച്ചാൽ നമുക്ക് ഈ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് teststudio.com. അപ്പോൾ ഞാൻ ജസ്റ്റ് വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവുക. അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇതേപോലെ ഇഷ്ടംപോലെ ഫോണ്ടുകൾ കാണാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ഫോണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ തന്നെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതിന് ശേഷം സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് ഞാൻ ഇപ്പോൾ അത് റെട്രോ എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ട് ഉണ്ട്, റെട്രോ. അപ്പോൾ അതെടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ എൻ്റെ പേരാണ് അടിക്കണേ. അപ്പോൾ ഇവിടെ അടിക്കാനുള്ള സ്ഥലം കാണാം. അപ്പോൾ അതിൽ ജസ്റ്റ് ശ്രേയസ് എന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ഫോണ്ടിൽ നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മൾ എന്താണോ അടിച്ചത് അത് കറക്റ്റായിട്ട് വരും. അത് അഡ്ജസ്റ്റ് ചെയ്യാനും ബാക്കി സംഭവങ്ങൾ നമ്മുടെ കളറും ഇതൊക്കെ മാറ്റാൻ എല്ലാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ സംഭവങ്ങൾ പിന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക, ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക, JPG, പിന്നെ അതുപോലെ PDF, അങ്ങനെ കുറേ ഓപ്ഷനുകളിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ട്രാൻസ്പാരൻ്റ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫോട്ടോയിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വേറെ അടിപൊളിയായിട്ടുള്ള കുറേ ഫോണ്ടുകളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ യൂട്യൂബ് തമ്പനെയിലുകളിലൊക്കെ നമ്മുടെ ലൈറ്റ് കത്തുന്ന പോലത്തെ ഫോണ്ടുകൾ കാണാറുണ്ട്. അതായത് നമ്മളിപ്പോൾ നിയോണിന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫോണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിയോൺ സെർച്ച് ചെയ്തു. അപ്പോൾ ഇതേപോലെ അങ്ങനെ ലൈറ്റ് കത്തണ കുറേ ഫോണ്ടുകളുണ്ട്. അവിടെ അടിയിൽ മോർ റിസൾട്ട്സ് എടുക്കുക. അപ്പോൾ ഇതേപോലെ LED ലൈറ്റുകൾ, അങ്ങനെ പല പല ഗ്ലോ ഫോണ്ട്, ഗ്ലോ ടെസ്റ്റ്, അങ്ങനെ ഇഷ്ടംപോലെ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇപ്പോൾ ഏതാ ഇഷ്ടമായെന്ന് വെച്ചാൽ ആ ഒരു ടെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് അടിക്കേണ്ട സംഭവം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാൻ പെട്ടെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് സൈസ് അടിച്ചു. അപ്പോൾ ഈ ഒരു ഗ്ലോ ഫോണ്ട്, അപ്പോൾ നിങ്ങൾ ഒരുവിധം യൂട്യൂബിൽ ചാനലിൽ തമ്പനെയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഫോണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറെ കുറേ ഫോണ്ടുകളുണ്ട്. ഇതിലൊരുവിധം എല്ലാ ഫോണ്ടുകളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗോൾഡ് എന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഈ ഫോണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോണ്ടുകളാണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ 2024 എന്ന് പറഞ്ഞ ഫോണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് തമ്പനെയിൽ തന്നെ ചില സംഭവങ്ങളിൽ ഈ ഒരു സംഭവം കാണാം, അതായത് ഈ ഒരു ഫോണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ശ്രേയസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ അടിപൊളിയായിട്ടുള്ള ഫോണ്ടുകളുണ്ട്. അപ്പോൾ ഇനി ഡൗൺലോഡ് ചെയ്യുന്നതൊന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഡൗൺലോഡ് ഓപ്ഷൻ എടുക്കുക. ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് ഞാൻ മിക്കപ്പോഴും ഡൗൺലോഡ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് PNG ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ലോഡായിട്ട് വരും. അതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയുള്ള നമുക്ക് ഡൗൺലോഡ് ആയതിൻ്റെ സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഡൗൺലോഡ് ആയതിൻ്റെ അപ്പോൾ ഇത് നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ടും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടോട് കൂടി അങ്ങനെ ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇഷ്ടംപോലെ ഒരുവിധം എല്ലാ ഫോണ്ടുകളും ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഉണ്ടായുള്ള നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ എവിടെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. അവിടെ അടിപൊളിയാണെന്ന് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.